നെഗറ്റീവ് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞവർ നെഗറ്റീവ് മാത്രമേ പറയുള്ളൂ. സൂര്യ ഫാൻ ആയതുകൊണ്ടല്ല, ഒരു കുഴപ്പമില്ല. ലാംഗ്വേജ് ചെറിയ ഇഷ്യൂ മാത്രമേ ഉള്ളൂ. അത് കുറച്ച് ഇതായതുകൊണ്ട്, അല്ലാണ്ട് വേറെ ഒരു പ്രശ്നമില്ല. മനഃപൂർവ്വം കുറ്റം പറയണേ, അല്ലാതെ പടത്തിന് ഒരു കുഴപ്പമില്ല. ലാസ്റ്റത്തെ കുറച്ച് പോർഷൻ മാത്രം കണക്ട് ആവുന്നില്ല, ബാക്കി നല്ല രസമുണ്ട്. കണ്ടു നോക്കണം, കലിക്കൊക്കെ കണ്ടതല്ലേ എല്ലാവരും. ഇന്ന് രാവിലെ കുറച്ച് നെഗറ്റീവ് കേട്ടിട്ടാ പോയത്, ആ ഒരു പ്രതീക്ഷയിലാണ് പോയത്. പക്ഷെ അങ്ങനെയൊന്നും അല്ല, സൂപ്പർ പടമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് മനസ്സിലായത് തമിഴ് അറിയാവുന്നതുകൊണ്ടായിരിക്കും. പിന്നെ ആ തമിഴ് അറിഞ്ഞുകൂടാത്തവർക്ക് അതിന് അവർക്ക് മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതൊരു 2 വട്ടം ആകുമ്പോഴത്തേക്കും ഇപ്പം എന്തായാലും ഏത് സിനിമ ഇറങ്ങിയാലും 2-3 വട്ടം കാണും, അപ്പോഴത്തേക്കും ഓക്കെ ആവുന്നതാണ്. ഇല്ല, ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് ഒരു പൊള്ളി. സീരിയല കിട്ടില്ല, രക്ഷയില്ല. പ്രതീക്ഷ അപ്പുറം എന്നാണെങ്കിൽ പറയാം. ഒരു സർപ്രൈസ് ഉണ്ട് അവസാനം, ഇത് തന്നെ ത്രില്ല്. സെക്കൻഡ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. പൊളിയായിരുന്നു. കഥ സ്ട്രോങ് കഥയല്ല. സ്ട്രോങ് കഥയില്ലെങ്കിൽ ഇങ്ങനത്തെ പടമൊക്കെ എടുക്കുകയാണെങ്കിൽ വളരെ കഷ്ടമാണ്. അത് മാത്രം പറയാനുള്ളത്. എന്തോ എനിക്കിഷ്ടപ്പെട്ടു പേഴ്സണലി. നല്ല ഫൈറ്റൊക്കെയാണ്, എന്തോ എനിക്കിഷ്ടപ്പെട്ടു. സൂപ്പർ പടം, അടിപൊളി. സൂര്യ അതെ, ചിലർക്ക് ഒരുപാട് ഈ ഫസ്റ്റ് കണ്ടതുപോലത്തെ അതുമായിട്ട് അങ്ങോട്ടില്ല, അതുകൊണ്ടാണ് അവരങ്ങനെ പറയണത്. കൊള്ളാം, പുതിയ നല്ല പടം, സൂപ്പർ പടം. മനഃപൂർവ്വം കുറ്റം പറയണേ, അല്ലാതെ പടത്തിന് ഒരു കുഴപ്പമില്ല. നല്ല ആക്ടായിട്ട് നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. സൂപ്പർ. നെഗറ്റീവ് പറയാനൊന്നുമില്ല, നല്ല പടം. കൊള്ളായിരുന്നു, നല്ല അഭിനയം സൂര്യയുടെ. കൊള്ളാം, നല്ലായിരുന്നു. നെഗറ്റീവ് പറയുന്ന പോലെയൊന്നുമില്ല. ഇല്ലടാ, എനിക്ക് തോന്നുന്നു ഫെസ്റ്റീവ് മോഡിൽ ഫാൻസ് വന്നുകൊണ്ടായിരിക്കും ഇത്ര നെഗറ്റീവ് വരുന്നത്. നമ്മളൊരു എക്സ്പെക്ടേഷൻ ഇല്ലാതെ വന്നത്. ലേഡീസ് ഫാൻ ഷോ ആയിരുന്നു നമുക്ക്, നല്ലായിരുന്നു, നല്ല രസമായിരുന്നു. എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്, അങ്ങനെ നെഗറ്റീവ് ആയിരിക്കും. ലാസ്റ്റത്തെ കുറച്ച് പോർഷൻ മാത്രം കണക്ട് ആവുന്നില്ല, ബാക്കി നല്ല രസമുണ്ട്. കണ്ടു നോക്കണം, കലിക്കൊക്കെ കണ്ടതല്ലേ എല്ലാവരും. കണ്ടു നോക്കണം, നല്ല രസമുണ്ട്. നല്ലതായിരുന്നു. രാവിലെ കുറച്ച് നെഗറ്റീവ് കേട്ടിട്ടാണ് പോയത്, ആ ഒരു പ്രതീക്ഷയിലാണ് പോയത്. പക്ഷെ അങ്ങനെയൊന്നും അല്ല, നല്ലതായിരുന്നു. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഷോയ്ക്ക് ഇങ്ങനെ ഉറക്കം ഒഴിച്ചൊക്കെ വന്നിരുന്ന് കണ്ടുകൊണ്ടായിരിക്കും ആ ഒരു ഫീല്. പക്ഷേ കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്, സെറ്റാണ്. ഇത്രയും 2 വർഷത്തിന് ശേഷം സൂര്യാണ്ണനെ കാണാൻ പറ്റിയ സന്തോഷം. അതെ, അങ്ങനെയാണ് തോന്നുന്നത്. പക്ഷേ കുഴപ്പമൊന്നുമില്ല, നല്ല സിനിമയാണ് കണ്ടുകൊണ്ടിരിക്കുക. പിന്നെ ചില സീൻസിൻ്റെ അത്ര ഒരു കുഴപ്പമേ ഉള്ളൂ, ഗ്രാഫിക്സിൻ്റെ ഒരു ചെറിയ കുഴപ്പം, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ സ്റ്റോറിയൊക്കെ എന്തുവാ ഇങ്ങനെ വന്നതെന്നൊക്കെ നമുക്ക് സെക്കൻഡ് പാർട്ടിലായിരിക്കും അറിയാൻ പറ്റുന്നത്. അപ്പോൾ ഒരു സ്റ്റോറി മനസ്സിലാക്കാൻ പറ്റാത്തൊരു കൺഫ്യൂഷനേ ഉള്ളൂ. നല്ല സൂപ്പറായിട്ടുണ്ട്. ഇല്ല, ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് ഒരു പൊള്ളി. അതെനിക്കറിയത്തില്ല, പക്ഷേ സൂപ്പറായി. ഞാൻ ഫസ്റ്റ് ടൈം ഇങ്ങനെ സൂര്യ ഫാൻസ് നല്ല, പക്ഷേ കാണാൻ വന്നത് നാത്തൂനാണ് സൂര്യ ഫാൻ. ഇപ്പം നാത്തൂൻ്റെ കൂടെ വന്നതാണ്, പക്ഷെ കിട്ടില്ല. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന കൊണ്ട് നെഗറ്റീവ് ആയിട്ട്, പക്ഷേ എനിക്ക് എക്സ്പെക്ട് ചെയ്യുന്ന കൊണ്ട് കുഴപ്പമില്ല. സെക്കൻഡ് ഹാഫ് തൊട്ട് കൊള്ളാം, വിചാരിച്ചത്ര ലുക്കൊക്കെ കൊള്ളാം, പൊളി സെറ്റ്. സ്റ്റോറി ആ കുട്ടിക്കാലം ആ ചെറുക്കൻ്റെയൊക്കെ കൊള്ളാം, അല്ലാണ്ട് വേറെ സ്റ്റോറി ആവറേജ്, അത്ര പൊളിയൊന്നുമല്ല, കുഴപ്പമില്ല. വിചാരിച്ചത്ര വന്നിട്ടില്ല സിനിമ, അതുകൊണ്ടായിരിക്കും. പൊളിയായിട്ടാ, സൂപ്പറായിട്ടുണ്ട് സിനിമ. ഇല്ലേട്ടാ, കൊള്ളാം, നല്ല സിനിമയാണ്. നമ്മൾ സൂര്യ ഫാൻസ് അല്ലേ, അപ്പോൾ പിന്നെ നല്ല എൻജോയ് ചെയ്തു. നല്ല ഫിലിം അല്ല ഏട്ടാ, അതൊന്ന് ശ്രദ്ധിച്ചിരുന്ന് കണ്ടാൽ മതി. അല്ലാതെ ഈ നെഗറ്റീവ് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞവർ നെഗറ്റീവ് മാത്രമേ പറയുള്ളൂ. സൂര്യ ഫാൻ ആയതുകൊണ്ടല്ല, മൂവി സ്റ്റോറിയൊക്കെ കൊള്ളാം. കുറച്ച് പഴയതായതുകൊണ്ട് ഇപ്പം എല്ലാം ന്യൂജൻ അല്ലേ, അപ്പോൾ പഴയ സ്റ്റോറി ക്യാച്ച് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. പിന്നെ ലാംഗ്വേജിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ വരില്ലേ എല്ലാവർക്കും, അത് കുറച്ച് ശ്രദ്ധിക്കുന്നവർക്ക് ഓക്കെയാണ്. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, മൂവി നല്ല മൂവിയായിരുന്നു. ഈ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ് പറയാനുള്ളത്. ഞങ്ങൾക്ക് ഇഷ്ടം അത് ചിലപ്പോൾ മൂവി മനസ്സിലാവാത്തവരായിരിക്കും ആ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടാവുമെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത്. അടിപൊളി മൂവി, ഒരു കുഴപ്പമില്ല. ലാംഗ്വേജ് ചെറിയ ഇഷ്യൂ മാത്രമേ ഉള്ളൂ, അത് കുറച്ച് ഇതായതുകൊണ്ട്, അല്ലാണ്ട് വേറെ ഒരു പ്രശ്നമില്ല. അടിപൊളി. എന്തായാലും 2 വർഷത്തിന് ശേഷം അണ്ണൻ്റെ പടം വന്നതിൽ നല്ല സന്തോഷമുണ്ട്. പിന്നെ ലാംഗ്വേജിൻ്റെ ഇഷ്യൂ ആയിരുന്നു, മാക്സിമം ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ട്. ലേഡീസ് ഷോ ആയിരുന്നു ഞങ്ങളുടേത്, കൊള്ളായിരുന്നു, പാട്ടൊക്കെ കൊള്ളാം. പിന്നെ ഒരു അമ്മ മകൻ കോംബോയുടെ അത് നല്ല ഫീലിങ്സ് ഉണ്ടായിരുന്നു ആ ഒരു പോർഷനൊക്കെ വരുമ്പോഴത്തേനും. സൂപ്പറായിരുന്നു ചേട്ടാ. അങ്ങനെ ചോദിച്ചാൽ നമുക്കെന്താ, ഞങ്ങൾ ഫാൻസ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും നെഗറ്റീവ് പറയുന്നവർക്ക് എപ്പോഴും പറയാം, അത്രേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഞങ്ങൾക്ക് മനസ്സിലായത് തമിഴ് അറിയാവുന്നതുകൊണ്ടായിരിക്കും. പിന്നെ ആ തമിഴ് അറിഞ്ഞുകൂടാത്തവർക്ക് അതിന് എന്താ പറയുക, അവർക്ക് മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതൊരു 2 വട്ടം ആകുമ്പോഴത്തേക്കും ഇപ്പം എന്തായാലും ഏത് സിനിമ ഇറങ്ങിയാലും 2-3 വട്ടം കാണും, അപ്പോഴത്തേക്കും ഓക്കെ ആവുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. പിന്നെ എല്ലാ സിനിമയിലുള്ള ഒരു ചെറിയ ലാഗില്ല, ഫസ്റ്റ് ഒരു ഹാഫിലുണ്ടായിരുന്നു, അതില്ലാന്ന് പറയുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ച് പൊളിയാണ്, അത്രേ ഉള്ളൂ. സൂപ്പർ പടമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട്, നല്ല പടമാണ്.